Dear students, welcome to Learner's World. In this video, I am going to talk about Solve Textual Questions and Activities, Part 3, 9th Standard English New Textbook, Kerala Syllabus, Unit 1, Hours and Years, Debts of Gratitude by Selma Lagerlöf. നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒക്കെ കണ്ടെത്തി. ഇനി ഈ ഒരു വീഡിയോയിൽ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. First question, Selma Lagerlöf has arrived at Stockholm to receive the Nobel Prize in Literature. You are assigned the task of introducing and welcoming her to receive the award. Write the text of the announcement. അതായത് നിങ്ങളോട് ഒരു അനൗൺസ്മെൻറ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സെൽമ ലാഗർലോഫ് ലിറ്ററേച്ചറിന് നൊബേൽ പ്രൈസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക്ഹോമിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സെൽമ ലാഗർലോഫിനെ ഇൻവൈറ്റ് ചെയ്യണം, വെൽക്കം ചെയ്യണം ഈ ഒരു അവാർഡ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊരു അനൗൺസ്മെൻറ്റ് നടത്താൻ നിങ്ങളെയാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് എഴുതാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അനൗൺസ്മെൻറ്റ് എഴുതുമ്പോൾ ഇപ്പം നമ്മൾ ഒരാളെ വെൽക്കം ചെയ്യാണ് എങ്ങനെയാണ് പറയുന്നത്, അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്ന് പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്തിട്ടാണ് നമ്മൾ അനൗൺസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സെൽമ ലാഗർലോഫിനെ അവാർഡ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരെ വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് വിത്ത് ഗ്രേറ്റ് പ്ലഷർ ആൻഡ് പ്രൊഫൗണ്ട് ഓണർ ദാറ്റ് വി ഗ്യാദർ ഹിയർ ടുഡേ ടു എക്സ്റ്റെൻഡ് അവർ വാമസ്റ്റ് വെൽക്കം ടു ദ എസ്റ്റീംഡ് സെൽമ ലാഗർലോഫ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ ആ ഒരു എയിമാണ്. അതായത് നമ്മൾ എല്ലാവരും ഇവിടെ ഗ്യാദർ ചെയ്തിരിക്കുന്നത്, ഗ്യാദർ മീൻസ് എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മൾ വളരെയധികം സന്തോഷത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും നമ്മുടെ സെൽമ ലാഗർലോഫിനെ ആ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ആ ഒരു ലിറ്ററേച്ചറിൻ്റെ ആ ഒരു നൊബേൽ പ്രൈസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വെൽക്കം ചെയ്യാനാണ്. വി ആർ പ്രിവിലേജ്ഡ് ടു സെലിബ്രേറ്റ് ദ റിമാർക്കബിൾ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ലിറ്റററി ലൂമിനറി ഹൂസ് കോൺട്രിബ്യൂഷൻസ് ഹാവ് ലെഫ്റ്റ് ആൻ ഇൻഡെലിബിൾ മാർക്ക് ഓൺ ദ വേൾഡ് ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ ലോക സാഹിത്യത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് സെൽമ ലാഗർലോഫിൻ്റെ കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ. ഒരുപാട് ലിറ്റററി കരിയറിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് Selma Lagerlöf. Her narratives have served as a beacon of inspiration, transcending the boundaries of culture, language, and time. Selma Lagerlöf's contributions to literature have left a permanent mark on our hearts and minds. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു അടയാളമായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ് സെൽമ ലാഗർലോഫിൻ്റെ സാഹിത്യത്തിലുള്ള കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ. സെൽമ ലാഗർലോഫ്, യുവർ presence among us tonight fill our hearts with pride and admiration. പിന്നീട് സെൽമ ലാഗർലോഫിനെ അഭിസംബോധന ചെയ്തിട്ട് പറയാണ്, നിങ്ങളുടെ ഈ ഒരു സാന്നിധ്യം എൻ്റെ ഹൃദയത്തിൽ വളരെയധികം പ്രൗഡ് മൊമെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ വളരെയധികം അഡ്മിറേഷൻ, ആരാധന തോന്നിക്കുന്നുണ്ട്. വി എക്സ്റ്റെൻഡ് അവർ വാമസ്റ്റ് കൺഗ്രാജുലേഷൻസ് ഓൺ ദിസ് വെൽ ഡിസേർവ്ഡ് ഹോണർ. പിന്നീട് ഞങ്ങളെല്ലാവരും ഈ ഒരു അവാർഡ് നേടിയതിൽ ആശംസിക്കുകയാണ്, കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. Ladies and gentlemen, please join me a heartfelt welcome to Selma Lagerlöf as she received the Nobel Prize in Literature. അപ്പോൾ എല്ലാവരോടും ഒത്തൊരുമിച്ച് സെൽമ ലാഗർലോഫിനെ ഈ ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യാം എന്ന് പറയാണ്. ഈ ഒരു നോബൽ പ്രൈസ്, ലിറ്ററേച്ചറിൻ്റെ ഈ ഒരു നോബൽ പ്രൈസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാർട്ട് ഫെൽറ്റ് വെൽക്കം ചെയ്യാണ്. അതിനെല്ലാവരും ജോയിൻ ചെയ്യാൻ പറയാണ് ഈ ഒരു അനൗൺസ്മെൻറ്റിൽ. ദെൻ താങ്ക് യു. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇമാജിൻ യു ആർ സെൽമ ലാഗർലോഫ്, റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് എസൽഡെ ഹു പ്ലേഡ് a crucial role in your literary journey by opening doors when no one else believed in you. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളാണ് സെൽമ ലാഗർലോഫ്, നിങ്ങളുടെ ഏറ്റവും ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എസൽഡെ, വിശ്വസ്തയായിട്ടുള്ള ഒരു ഫ്രണ്ട്, അവളുടെ പേരാണ് എസൽഡെ. അപ്പോൾ നിങ്ങളുടെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എല്ലാവരും നിങ്ങൾക്ക് മുമ്പിൽ വാതിലുകൾ അടച്ചിട്ടുണ്ടാകാം.
നിങ്ങളുടെ ആ ഒരു സ്ട്രഗിളിൽ, നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിൽ. പക്ഷേ നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാതിലുകൾ തുറന്നിട്ട ആ ഒരു വിശ്വസ്തയായിട്ടുള്ള ആ ഒരു കൂട്ടുകാരിക്ക്, SLD എന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടുകാരിക്ക് ഒരു കത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു നിങ്ങളാരാണ്? നിങ്ങൾ സെൽമ ലാഗർലോഫാണ്. അപ്പോൾ ഒരു കത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവളെ ബിലീവ് ചെയ്തതിലും, അവൾക്ക് മുമ്പിൽ വാതിലുകൾ തുറന്നിട്ടതിലും, അവളുടെ ലിറ്റററി കരിയറിൽ ആ ഒരു ജേർണിയിൽ വളരെ സപ്പോർട്ടായിട്ട് കൂടെ നിന്ന ആ ഫ്രണ്ടിന് കത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കത്തെഴുതുന്ന സമയത്ത് ഡേറ്റും പ്ലേസും ഒക്കെ എഴുതണം. ഡിയർ SLD എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങണം. ഐ ഹോപ്പ് യു ആർ വെൽ. നമ്മൾ ആദ്യം ഒരു കുശലാന്വേഷണ രീതിയിൽ എനിക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു. റിഫ്ലക്റ്റിംഗ് ഓൺ അവർ പാസ്റ്റ് സ്ട്രഗിൾസ്, ഐ ആം റിമൈൻഡർ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റോൾ യു പ്ലേഡ് ഇൻ മൈ ലൈഫ്. അതായത് കഴിഞ്ഞു പോയ എൻ്റെ ആ ഒരു ജീവിതത്തിൽ, ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള്, ഒരു ഫിഗർ എന്ന് പറയുന്നത് അത് നീയാണ്. എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിച്ചിട്ടുള്ള ആളാണ് നീ. When the world seemed deaf to my voice and blind to my aspirations, you stood by me with unwavering faith and support. അതായത് ഈ ലോകം തന്നെ എൻ്റെ വോയിസ് ഞാൻ പറയുന്ന സമയത്ത് അവർ ഡഫായിട്ട് നിന്നു. അതായത് അവർക്ക് ചെവി കേൾക്കാത്ത പോലെ നിന്നു. അതുപോലെ എൻ്റെ ഡ്രീംസ്, എൻ്റെ ആസ്പിരേഷൻസ്, എൻ്റെ സ്വപ്നങ്ങൾക്ക് മുമ്പിൽ അവർ ബ്ലൈൻഡായിട്ട് നിന്നു, അവർ കാഴ്ചയില്ലാത്തവരായിട്ട് നിന്നു. യു സ്റ്റുഡ് വിത്ത് മീ അൺവേവറിങ് ഫെയ്ത്ത് ആൻഡ് സപ്പോർട്ട്. പക്ഷേ അപ്പോഴൊക്കെ നീ മാത്രമാണ് എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നത്. യു വേർ ദ ലൈറ്റ് ഓഫ് ഇൻ മൈ ഡാർക്കസ്റ്റ് മൊമെൻറ്റ്സ്, ദ വൺ ഹു ബിലീവ്ഡ് ഇൻ മീ വെൻ ഈവൻ ഐ ഡൗട്ടഡ് മൈസെൽഫ്. നീ എൻ്റെ ഇരുട്ടായിട്ടുള്ള എൻ്റെ ആ ഒരു ജീവിതത്തിൽ നീ ലൈറ്റായിട്ട് നിന്നു. അതായത് നീ പ്രകാശമായിട്ട് നിന്നു. അതുപോലെ ഞാൻ എന്നെ തന്നെ സംശയിച്ച സമയത്തും നീ മാത്രമാണ് എൻ്റെ കൂടെ നിന്നത്. നീ മാത്രമാണ് എന്നെ വിശ്വസിച്ചത്. ബിലീവ് മീൻസ് വിശ്വസിച്ചത്. ആൻഡ് നൗ ഐ സിറ്റ് ഹിയർ bound for Stockholm to receive the Nobel Prize in Literature. I think of you and the role you played in bringing me to this moment. ഇപ്പോൾ ഞാൻ എന്താണ് നൊബൽ പ്രൈസിന്, ലിറ്ററേച്ചറിന് നൊബൽ പ്രൈസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷേ ഈ മൊമെൻറ്റിലും ഞാൻ ചിന്തിക്കുന്നത് നിന്നെക്കുറിച്ചിട്ടാണ്, നിൻ്റെ ആ ഒരു റോളിനെ കുറിച്ചിട്ടാണ്. നീ എൻ്റെ ഈ ഒരു ലിറ്റററി കരിയറിൽ നിൻ്റെ ഈ ഒരു ഹെൽപ്പ്, നിൻ്റെ ഈ ഒരു സപ്പോർട്ട് എനിക്ക് ഈ ഒരു ഇതുവരെ എന്നെ എത്തിച്ചു. അതായത് ഈ ഒരു പ്രൈസ് റിസീവ് ചെയ്യുന്നത് വരെ നീ എത്തിച്ചു എന്നാണ് പറയുന്നത്. ഐ വിഷ് യു കുഡ് ബി ഹിയർ വിത്ത് മീ ടു ഷെയർ ദിസ് മൊമെൻറ്റ്. ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു മൊമെൻറ്റിൽ, ഈ ഒരു നിമിഷത്തിൽ, ഞാൻ റിസീവ് ചെയ്യുന്ന ഈ ഒരു നൊബേൽ പ്രൈസ് റിസീവ് ചെയ്യുന്ന ഈ ഒരു മൊമെൻറ്റിൽ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. As I stand before the world to accept this honor, I will carry you in my heart. ഞാൻ ഈ ലോകത്തിന് മുമ്പിൽ ഈ ഒരു ലിറ്ററേച്ചറിനുള്ള ഈ ഒരു നൊബേൽ പ്രൈസ് ആക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു വേളയിൽ ഞാനിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്നെ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിന്നെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ഫോർ ബിലീവിങ് ഇൻ മീ വെൻ നോ വൺ എൽസ് ഡിഡ്. അതായത് നീ ആരും എന്നെ വിശ്വസിക്കാത്ത കാലത്ത് എന്നെ വിശ്വസിച്ചതിൽ ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ അറിയിക്കുന്നു. വിത്ത് ഡീപ്പസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അഫെക്ഷൻ ബൈ സെൽമ ലാഗർലോഫ്. ഓക്കെ, next, third question. You have been chosen to design a beautiful crafted certificate of appreciation to honor Selma Lagerlof, the Nobel Prize winner. The certificate should be visually appealing, highlighting the admiration and gratitude of those honoring her. Use any word process or whatever available. അതായത് നിങ്ങളോട് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ സെൽമ ലാഗർലോഫിന് നോബൽ പ്രൈസ് വിന്നറാണല്ലോ. അപ്പോൾ അതിന് ഒരു സർട്ടിഫിക്കറ്റ് അപ്രീസിയേഷൻ നിങ്ങളെയാണ് അത് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ
അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട്. ദീസ് സർട്ടിഫിക്കറ്റ് ഈസ് അവാർഡഡ് ടു എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ഡേറ്റ് ആൻഡ് സീൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലും സിഗ്നേച്ചർ എഴുതാനുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ രീതിയിൽ എഴുതാം. അപ്പോൾ ദിസ് സർട്ടിഫിക്കറ്റ് ഈസ് അവാർഡഡ് ടു എന്ന് പറഞ്ഞിട്ട് സെൽമ ലാഗർലോഫ് എന്ന് എഴുതാം. അതായത് ഈ ഒരു സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്തിട്ടുള്ളത് സെൽമ ലാഗർലോഫിനാണ്, റെസിപ്പിയൻ്റ് ഓഫ് ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചറിൻ്റെ നോബൽ പ്രൈസിൻ്റെ ആ ഒരു റെസിപ്പിയൻ്റാണ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. ദെൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസുകളൊക്കെ ഉൾപ്പെടുത്താം. മേ യുവർ ലെഗസി കണ്ടിന്യൂ ടു ഷൈൻ ബ്രൈറ്റ്ലി, ഇലുമിനേറ്റിംഗ് ദ പാത്ത് ഓഫ് ഫ്യൂച്ചർ സ്റ്റോറി ടെല്ലേഴ്സ് ആൻഡ് എൻചാൻറ്റിങ് ഓഡിയൻസസ് ഫോർ ഇയേഴ്സ് ടു കം. അതായത് നിങ്ങളുടെ ഈ ഒരു ലെഗസി, ഈ ഒരു പാത മുന്നോട്ട് പോകട്ടെ, കണ്ടിന്യൂ ചെയ്യട്ടെ, അതായത് ബ്രൈറ്റായിട്ട് ഷൈൻ ചെയ്യട്ടെ, പ്രകാശിക്കട്ടെ. ഈ ഒരു പാത, ഈ ഒരു റൈറ്റിംഗ് കരിയർ, ഈ ഒരു റൈറ്റിംഗ് ജേണി, ഈ ഒരു ലിറ്ററേച്ചർ ജേണി എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്ക് കണ്ടിന്യൂ ചെയ്യട്ടെ. ഫ്യൂച്ചറിൽ ഒരുപാട് സ്റ്റോറി ടെല്ലേഴ്സ് ഇതൊരു ഹെൽപ്ഫുൾ ആകട്ടെ. ഒരുപാട് സ്റ്റോറി ടെല്ലേഴ്സും ഒരുപാട് എൻചാൻറ്റിങ് ഓഡിയൻസസും ഒക്കെ ഫ്യൂച്ചർ ജനറേഷനിൽ ഉണ്ടാകുന്നുണ്ട്. അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്നുള്ള രീതിയിൽ ഉള്ള സെൻറ്റൻസുകളൊക്കെ ഉൾപ്പെടുത്താം. ഓക്കെ.